ഈ വീടിന് ഒരു കഥ പറയാനുണ്ട്. സിനിമാ സെറ്റായ വീട് ഒരു കുടുംബത്തിൻ്റെ സ്വപ്ന വീടായി പരിണമിച്ച കഥ. മാസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ ചൊക്ലി സ്വദേശി ബിനു പഴകിത്തുടങ്ങിയ തൻ്റെ വീട് പൊളിച്ചു കളഞ്ഞ് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൻപോട് കൺമണി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി സംവിധായകൻ ലിജു തോമസും സംഘവും ചൊക്ലിയിലെത്തിയത്. സിനിമയിലാണെങ്കിൽ ഒരു കഥാപാത്രം പോലെ പ്രധാനമാണ് കഥ നടക്കുന്ന വീട്. ഈ ഘട്ടത്തിലാണ് വീടിനായി കാത്തിരിക്കുന്ന ബിനുവിനെക്കുറിച്ച് ലിജു തോമസ് അറിയുന്നത്. അങ്ങനെ സെറ്റിടുന്നതിന് പകരം കെട്ടുറപ്പുള്ള അടിത്തറയിൽ ഒരു വീട് തന്നെ പണിതു. ഷൂട്ടിങ്ങിന് ശേഷം വീട് ബിനുവിന് സ്വന്തം. ഇത് നമ്മൾ വീടൊക്കെ പൊളിച്ചിട്ട് ലൈഫ് മിഷൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് അവർ ഇവിടെ പഞ്ചായത്തിലെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു തറയൊക്കെ കെട്ടി ആ സമയത്താണ് ലൊക്കേഷന് വേണ്ടിയിട്ട് ഞാനും കൂടി പോയിട്ടുണ്ട്. 2 വീട് വേണമെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ആ വീടും കൂടി ഉള്ളത് പെട്ടെന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അനീഷ് കൊടുവലിയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. മൂപ്പരാണ് ജസ്റ്റ് ഇത് കണ്ടിട്ട് ഇത് മതിയല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ എന്നുള്ളൊരു ഐഡിയ മൂപ്പരെടുത്തു നിന്നാണ് വന്നത്. പിന്നെ അത് പ്രൊഡ്യൂസറോട് പറഞ്ഞു, മൂപ്പരും അത് പറഞ്ഞു. എന്നാൽ പിന്നെ ഇത്രയും ലക്ഷങ്ങൾ ഇതാക്കി 2 വീട് ഇതാക്കണമെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ചിലവഴിക്കണം. എന്നിട്ട് അത് അതിൻ്റെ റെൻറ്റ്, പിന്നെ അത് കളയാൻ ഒരു ഇത് വേണം, അങ്ങനെ ഒരുപാട് നല്ല ചിലവുണ്ട്. അപ്പോൾ അതിൻ്റെ അത്ര പൈസ വേണ്ട ഒരാൾക്കൊരു വീടെടുക്കുക എന്നുള്ളൊരു ഐഡിയ അന്നേരമാണ് വന്നത്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എനിക്കൊരു വീടുമായി, സിനിമയായി. വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടി. അപ്പം പെട്ടെന്ന് പിന്നെ ഇവരെ ഒരു തീരുമാനം കിട്ടി, വീട് നമ്മളെടുത്ത് തരാമെന്ന്. അതുകൊണ്ടൊരു വലിയ സന്തോഷം തന്നെ. അതുകൊണ്ടൊരു വീടായി. അത് തന്നെ. ലൊക്കേഷനുകളിൽ സിനിമയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ച് സെറ്റ് നിർമ്മിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച് തകർത്തു കളയുന്നതാണ് സ്ഥിരം രീതി. അത് തിരുത്തിയവർക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഫിലിം നിർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ച വീട്. അൻപോട് കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഒരു വീട് നിർമ്മിച്ചത്. നിർമ്മാണത്തിന് ശേഷം ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് അവർ കൈമാറിയിരിക്കുന്നു. അതിൻ്റെ സംഘാടകർക്കുമെല്ലാം എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇത് സിനിമ ഒരു കുടുംബത്തിന് വീടെന്ന അഭയമൊരുക്കിയ വേറിട്ട സിനിമാ കഥ.